ഹേ ഗൈസ്, മിസ്റ്റർ റൈറ്റ് 2015 ഇറങ്ങിയ ഒരു കോമഡി ആക്ഷൻ സിനിമയാണ്. അപ്പോൾ 2015 ഇറങ്ങിയതാണ്, ഇപ്പോഴാണോ റിവ്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോമഡി ആക്ഷൻ സിനിമ തപ്പിപ്പോയ സമയത്ത് കിട്ടിയതുകൊണ്ട് അപ്പോൾ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ആമസോൺ പ്രൈം ഉള്ളവർ അവിടെ പോയി കാണുക, ഇല്ലാത്തവർ ടെലഗ്രാമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കാണുക. അപ്പം സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഒരു ഹിറ്റ്മാൻ്റെ കഥയാണ് പറയുന്നത്. ഒരു ഹിറ്റ്മാൻ്റെ റൊമാൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ ഹാർലി ക്വിൻ ജോക്കർ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടല്ലോ, സെയിം അതേപോലത്തെ അതിൻ്റെ വേറൊരു വേർഷൻ എന്നുള്ള രീതിയിൽ കഥാനായികയായിട്ടുള്ള മാർത്തയാണ് ഈ ഒരു സിനിമയിലെ നായിക. അപ്പം പുള്ളിക്കാരി ഇതേപോലെ ഭയങ്കര ഉള്ളിൻ്റെ ഉള്ളിലൊരു ഡാർക്ക് സൈഡുള്ള ഒരു ടെറർ മൈൻഡുള്ള ഒരു നായികയാണ്. നമ്മുടെ ഹിറ്റ്മാൻ ഫ്രാങ്കി എന്ന് പറയുന്ന ഹിറ്റ്മാൻ, അതായത് ഏജൻസിയൊക്കെ വിട്ടിട്ട് എന്തോ ഒരു വലിയ പ്രശ്നം കാരണം ഏജൻസിയൊക്കെ വിട്ടിട്ട്, അല്ലെങ്കിൽ ഏജൻസിയിലുള്ള ഒരാൾ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ട് ഏജൻസിയൊക്കെ വിട്ടിട്ട് ഇപ്പം ഹിറ്റ്മാൻ ആരെങ്കിലും ഹയർ ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ ഈ ഹയർ ചെയ്യാൻ വന്നവരെ തീർക്കാനാണ് പുള്ളിക്കാരൻ്റെ ഹോബി അതാണ്. അപ്പം അങ്ങനെ ഫണ്ണി ആയിട്ടുള്ളൊരു ഹിറ്റ്മാൻ. അപ്പോൾ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു, പ്രണയത്തിലാകുന്നു. അപ്പം പിന്നെ ഇവർ രണ്ടുപേരും കൂടെ നടത്തുന്ന കുറച്ച് അഡ്വഞ്ചേഴ്സ് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് കാണുന്ന സിനിമകളുണ്ടല്ലോ, അതായത് പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഒരു സിനിമ കാണാം, കുറച്ച് ആക്ഷൻ സീക്വൻസൊക്കെ കാണാം, എന്നാൽ കുറച്ച് കോമഡിയൊക്കെ ഉള്ളൊരു സിനിമ കാണാം എന്ന് വിചാരിച്ച് നമ്മൾ കാണില്ലേ, അങ്ങനെ കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് മിസ്റ്റർ റൈറ്റ് എന്ന് പറയുന്നത്. ഒരു 1.25 മണിക്കൂറൊക്കെ എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല. നമ്മളിങ്ങനെ ചുമ്മാ നിന്ന് ഇത് കൊള്ളാം എന്നുള്ള രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. അപ്പം വളരെ സൈലൻ്റായിട്ട് തുടങ്ങുന്നൊരു സിനിമ. പിന്നെ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു പതിഞ്ഞൊരു താളത്തിൽ തുടങ്ങി ഓരോരുത്തരെയും ഓരോ ക്യാരക്ടർ, ആദ്യം നായികനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, നായകൻ്റെ ബാക്ക്ഗ്രൗണ്ട് പറയുന്നു, നായികയെ കണ്ടുമുട്ടുന്നു, അങ്ങനെ തുടങ്ങിപ്പോകുന്ന. പിന്നെ എന്തുകൊണ്ടാണ് നായികയ്ക്ക് ഈ ഒരു ഇങ്ങനെ, അതായത് നായകനുമായിട്ട് അല്ലെങ്കിൽ ഹിറ്റ്മാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാർക്ക് സൈഡുള്ള സാധനങ്ങളല്ലോ. എനിക്ക് ഇൻസ്റ്റൻ്റായിട്ട് തോന്നിയത് ഹാർലി ക്വിൻ ജോക്കർ റിലേഷൻഷിപ്പ് പോലെയുള്ള ഒരു റിലേഷൻഷിപ്പ്. പക്ഷേ ഇവിടെ രണ്ടുപേർക്കും തിക്കായിട്ടുള്ള പ്രണയം വരുന്നു, അതിനിടയ്ക്ക് കുറച്ച് വില്ലന്മാർ വരുന്നു. ആസ് യൂഷ്വൽ നമുക്കറിയാമല്ലോ, ഏജൻസിയിൽ നിന്ന് പോകുന്ന ഒരാൾ, ഏജൻസിയിൽ നിന്ന് വാക്സാബ് ചെയ്തിട്ട് പോയ ഒരാളെ ഏജൻസി പുറകെ വരുമെന്നറിയാലോ. അങ്ങനെ ഏജൻസിയിൽ ഒരാൾ പുറകെ വരുന്നു. അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഇപ്പം ഒരു ലെവറേജ് ഉണ്ട്, നായിക എന്ന് പറയുന്ന മാർത്ത ഉണ്ടല്ലോ. അപ്പം മാർത്തയെ വെച്ചിട്ട് വില പേശുമോ എന്നുള്ളൊക്കെ ഒരു സാധനങ്ങൾ നമ്മൾ ആലോചിക്കുമല്ലോ. പക്ഷേ നായിക വേറെ ലെവലാണ്. ഏത് വില്ലൻ വന്നാലും ഒരു വിഷയമില്ല, ആരെ വേണോ കൊന്നോ അതല്ല വിഷയമില്ല, നീ ചെയ്യുമ്പോൾ ഞാൻ ഫുൾ സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നൊരു നായിക. അങ്ങനെ കഥ മുന്നോട്ട് പോകുന്നു. ഒരു കിടിലൻ ക്ലൈമാക്സൊക്കെ ഭയങ്കര കോമഡി ക്ലൈമാക്സാണ്. ആക്ഷൻ സീക്വൻസ് ഉണ്ട്, പക്ഷേ കിടിലൻ കോമഡി ക്ലൈമാക്സ്, കുറേ കോമഡി സീക്വൻസുകളൊക്കെ ഉള്ള. ഈ ഫൈറ്റിനിടയിലും വലിയ വില്ലന്മാരൊക്കെ ആണെങ്കിൽ അതിനിടയ്ക്കും കുറച്ച് കോമഡികളൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ ഒരു ഫുൾ വെൽ പാക്ഡ് ആയിട്ടുള്ള സിനിമയാണ്. അതായത് കോമഡി, ആക്ഷൻ, അഡ്വഞ്ചർ എല്ലാം കൂടിയുള്ളൊരു സിനിമ. പ്രത്യേകിച്ച് മറ്റേ നമ്മൾ സാധാ സിനിമകളിൽ കാണുന്ന പോലെ നായിക തട്ടിക്കൊണ്ട് പോയിട്ട് നായകൻ അവിടെ ചെന്ന് അടി വാങ്ങിയ സീനൊന്നും ഇല്ല. നായിക വേറെ ലെവൽ, നീ എന്നെ തൊട്ട് കഴിഞ്ഞാൽ പൊന്നുമോനെ ലവം വന്ന് നിന്നെ തീർക്കുന്നുള്ള ലെവലിൽ നിൽക്കുന്ന നായികയാണ്. ഒരു റേഞ്ചിലുള്ള നായികയാണ്. നായകനിൽ ഫുൾ കോൺഫിഡൻസ് ഉള്ള നായിക. അങ്ങനെ കഥ പറഞ്ഞ് തീർക്കുന്ന ഒരു സിനിമ. ക്ലൈമാക്സിൽ ഇവർ രണ്ടുപേരും എങ്ങനെ ഒന്നിക്കുമോ, അതോ എന്തായിരിക്കും ഇവരുടെ ഫ്യൂച്ചർ പ്ലാൻസൊക്കെ ഉള്ള സാധനം പറഞ്ഞു നിർത്തുന്ന ഒരു കിടിലൻ സിനിമയാണ് മിസ്റ്റർ റൈറ്റ് എന്ന് പറയുന്നത്. എന്തായാലും നിങ്ങൾ കോമഡി ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പറയുക അഭിപ്രായം എങ്ങനെയുണ്ട് ഈ സിനിമ എന്നുള്ളത്.